വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഡിസോക്കോ ഫർണിച്ചർ, വണ്ടൂർ, വെള്ളാമ്പുറം. കോഴിമാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ ജനകീയ പ്രതിഷേധം. ചാലിയാർ പഞ്ചായത്ത് വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായില്ല. ഇതേ തുടർന്ന് അടിയന്തര ബോർഡ് യോഗം വിളിച്ച് ചാലിയാർ പഞ്ചായത്ത് ഭരണസമിതി. പെരുവമ്പാടം വാർഡിലുള്ള അളക്കൽ വിജയപുരത്തെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് കോഴിമാലിന്യങ്ങൾ കൊണ്ടുപോകുന്നത് ജനകീയ പ്രതിഷേധങ്ങൾ ശക്തമായതോടെ ഇന്ന് പഞ്ചായത്ത് ഭരണസമിതി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഭരണസമിതിക്കും മാലിന്യ സംസ്കരണ കമ്പനിക്കുമെതിരെ ശക്തമായ പ്രതിഷേധമുയർന്നത്. ചാലിയാർ പഞ്ചായത്ത് ഹാളിൽ രാവിലെ 11:30 ആരംഭിച്ച യോഗം 1:30 അവസാനിച്ചത്. പ്രശ്നപരിഹാരത്തിന് നാളെ അടിയന്തര ബോർഡ് യോഗം വിളിക്കാമെന്നും കമ്പനി ഉടമയെ വിളിച്ചുവരുത്താമെന്നും ഉറപ്പു നൽകിയതോടെയാണ് പ്രതിഷേധത്തിന് അയവുണ്ടായത്. അളക്കൽ വിജയപുരത്ത് പ്രവർത്തിക്കുന്ന കോഴിമാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് ശീതീകരിക്കാത്ത വാഹനങ്ങളിൽ സമയക്രമം പോലും പാലിക്കാതെ കോഴിമാലിന്യവുമായി വാഹനങ്ങൾ എത്തുന്നത് ആരോഗ്യ പ്രശ്നത്തിന് പുറമെ വലിയ ദുർഗന്ധത്തിനും ഇടയാക്കുന്ന സാഹചര്യത്തിലാണ് വ്യാപാരികൾ, ക്ലബ് അംഗങ്ങൾ, പ്രദേശവാസികൾ, യാത്രക്കാർ ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്ത് വരികയും വാഹനങ്ങൾ തടയുകയും വാക്കേറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി ഇന്ന് യോഗം വിളിച്ചത്. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, കമ്പനി പ്രതിനിധികൾ, ഭരണസമിതി അംഗങ്ങൾ, വ്യാപാരികൾ, ക്ലബ്ബുകൾ, യുവജന സംഘടനാ പ്രതിനിധികൾ, പ്രദേശവാസികൾ ഉൾപ്പെടെ പങ്കെടുത്തു. ശീതീകരിച്ച വാഹനങ്ങളിൽ ജനങ്ങൾക്കും യാത്രക്കാർക്കും പ്രയാസമില്ലാതെ മാത്രമേ കോഴിമാലിന്യങ്ങൾ സംസ്കരണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കൂവെന്നും രാത്രി 10 മണിക്ക് ശേഷമേ വാഹനങ്ങളിൽ മാലിന്യങ്ങൾ കൊണ്ടുപോകാൻ പാടുള്ളൂവെന്നും വാഹനങ്ങളിൽ സ്റ്റിക്കർ പതിച്ചിരിക്കണമെന്നും യോഗത്തിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു. മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെയല്ല, കേന്ദ്രത്തിലേക്ക് മാനദണ്ഡങ്ങൾ പാലിക്കാതെ മാലിന്യവുമായി വാഹനങ്ങൾ പോകുന്നതിനെയാണ് എതിർക്കുന്നതെന്നും അവർ പറഞ്ഞു. പെരുവമ്പാടം കുറിഞ്ഞിത്തോട്ടിലേക്ക് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് കോഴിമാലിന്യ അവശിഷ്ടങ്ങൾ ഒഴുക്കിവിടുന്നതിനെതിരെയും പ്രതിഷേധമുയർന്നു. ചട്ടങ്ങൾ പാലിക്കാതെ സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെ കോഴിമാലിന്യം കൊണ്ടുവരുന്നതിനെതിരെ കമ്പനിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകാത്ത നടപടിയും യോഗത്തിൽ ചർച്ചയായി. പഞ്ചായത്ത് ഭരണസമിതിക്കും സെക്രട്ടറിക്കുമെതിരെ യോഗത്തിൽ പ്രതിഷേധമുയർന്നു. ഇത് കുറച്ചു സമയം വാക്കേറ്റത്തിനും ഇടയാക്കി. ഇന്ന് രാത്രി 11-നും പുലർച്ചെ 5-നും ഇടയിൽ കോഴിമാലിന്യവുമായി എത്തുന്ന വാഹനങ്ങളെ കടത്തിവിടും. നാളെ പഞ്ചായത്തിന്റെ അടിയന്തര ബോർഡ് യോഗം എടുക്കുന്ന തീരുമാനമനുസരിച്ചായിരിക്കും നടപടിയെന്ന് യോഗത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. മാസങ്ങളായി ഒരു നാടിന്റെ ആവശ്യം കാര്യഗൗരവമായി എടുക്കുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതി കാണിച്ച അലംഭാവമാണ് കാര്യങ്ങൾ ഈ അവസ്ഥയിലേക്ക് തള്ളിവിട്ടത്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.